ദില്ലിക്ക് പിന്നാലെ പഞ്ചാബിലും ആം ആദ്മി പാർട്ടിയിൽ പ്രതിസന്ധി. 30 MLA-മാരുമായി ആശയവിനിമയം നടത്തിവരികയാണെന്ന് അവകാശപ്പെട്ട് കോൺഗ്രസ് രംഗത്ത് വന്നു. പാർട്ടി വിട്ടേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ അരവിന്ദ് കെജ്രിവാൾ MLA-മാരുടെ യോഗം വിളിച്ചു. ER രാഗേഷ് ചേർന്നു. രാഗേഷ്, ദില്ലിയിൽ ആട്ടാപ്പാടലം പൊളിഞ്ഞടിഞ്ഞ ആം ആദ്മി പഞ്ചാബിലും ആ തരത്തിലുള്ള ഒരു പ്രതിസന്ധി നേരിടുന്നു. കോൺഗ്രസിന് പഞ്ചാബിൽ ഈ വിഷയത്തിലുള്ള സ്റ്റേക്ക് എന്താണ്? ദില്ലിയിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണ് ആപ്പുമായി ബന്ധപ്പെട്ട്? അപർണ, ഡൽഹി പോലെ തന്നെ ആം ആദ്മി പാർട്ടിക്ക് ശക്തമായ വേരോട്ടമുള്ള സ്ഥലമാണ് പഞ്ചാബ്. ഇപ്പോൾ നിലവിൽ ഭരണമുള്ള ഏക സംസ്ഥാനവും പഞ്ചാബാണ്. പക്ഷേ പഞ്ചാബിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകളും ഒട്ടും ആശ്വാസകരമല്ല പാർട്ടിക്ക്. അതായത് 30 MLA-മാർ ആശയവിനിമയം നടത്തി വരുന്നെന്ന് അവകാശപ്പെട്ടുകൊണ്ട് PCC അധ്യക്ഷൻ പ്രതാപ് സിംഗ് ബാജ്വയാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഏതായാലും നിലവിൽ ചില MLA-മാർക്കെങ്കിലും അതൃപ്തി ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ MLA-മാരുമായി സംസാരിച്ചിട്ടുണ്ട്. നാളെ MLA-മാരുടെ യോഗവും അരവിന്ദ് കെജ്രിവാൾ വിളിച്ചിട്ടുണ്ട്. കാരണം 117 അംഗ നിയമസഭയാണ് പഞ്ചാബിലേത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2022 നടന്ന തെരഞ്ഞെടുപ്പിൽ 92 സീറ്റ് നേടിയാണ് ആം ആദ്മി പാർട്ടി അധികാരത്തിൽ വന്നത്. ഇപ്പോൾ 30 MLA-മാർ പാർട്ടി വിടുകയാണെങ്കിൽ ഭരണത്തെ അത് ബാധിക്കില്ല. കാരണം കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 59 അംഗങ്ങളുടെ പിന്തുണയാണ്. പക്ഷേ 30 പേർ പോയാൽ പോലും 62 അംഗങ്ങളുടെ പിന്തുണയുണ്ട്. എന്നാൽ അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതാണ് ഇപ്പോൾ കോൺഗ്രസ് അവസരമാക്കാൻ ശ്രമിക്കുന്നതും. കാരണം ഒരുപക്ഷെ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി വീണ്ടും അധികാരത്തിൽ വരികയാണെങ്കിൽ അത് കോൺഗ്രസിന് വലിയ ക്ഷീണമുണ്ടാക്കുകയായിരുന്നു പഞ്ചാബിൽ. കാരണം അതിന്റെ ചൂട് പിടിച്ചായിരിക്കും ആം ആദ്മി പാർട്ടി പഞ്ചാബിലും പ്രചാരണം നടത്തുക. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല സാഹചര്യം. ഡൽഹിയിൽ ഭരണം നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഒരു അവസരം അത് പരമാവധി മുതലാക്കാനുള്ള നീക്കം കോൺഗ്രസിന്റെ ഭാഗത്തും നടക്കുന്നുണ്ട്. മാത്രമല്ല, കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ അവകാശപ്പെടുന്നത് അരവിന്ദ് കെജ്രിവാൾ ലുധിയാന ഉപതെരഞ്ഞെടുപ്പിൽ, ലുധിയാന വെസ്റ്റ് നിയമസഭാ മണ്ഡലത്തിൽ നിലവിൽ ഒഴിവുണ്ട്, അവിടെ നിന്ന് പഞ്ചാബ് നിയമസഭയിലേക്ക് മത്സരിക്കാനുള്ള നീക്കം നടത്തുമെന്ന് കൂടി ആരോപിക്കുന്നുണ്ട് ഇപ്പോൾ. ഏതായാലും ആം ആദ്മി പാർട്ടി ഇപ്പോൾ പാർട്ടിയിൽ നിലവിൽ പ്രതിസന്ധി ഒന്നും തന്നെയില്ല. നിലവിലുള്ള ആരോപണങ്ങളൊക്കെ തന്നെ അടിസ്ഥാനരഹിതമാണ്. MLA-മാർ ഒപ്പം നിൽക്കുമെന്ന് അവകാശപ്പെട്ട് കൊണ്ട് രംഗത്ത് വരുന്നുണ്ട്. എങ്കിൽ പോലും കുറച്ച് MLA-മാരെങ്കിലും അടർത്തി മാറ്റാനുള്ള ശ്രമങ്ങൾ കോൺഗ്രസ് ക്യാമ്പിന്റെ ഭാഗത്ത് ഇപ്പോൾ സജീവമായി നടക്കുന്നുണ്ട്. അപർണ, അതോടൊപ്പം തന്നെ ദില്ലിയുമായി ബന്ധപ്പെട്ട് പാർട്ടി തിരിച്ചു വരുമെന്നാണ് അതിഷി പറഞ്ഞത്. അപ്പോഴും അതിഷി നൃത്തം വെച്ചു എന്ന തരത്തിലുള്ള വീഡിയോകൾ പുറത്തു വരുമ്പോൾ ആ വിമർശനവുമായി പാർട്ടിക്കാരടക്കം പുറത്തു വരികയും ചെയ്യുന്നു. ദില്ലിയിൽ ആം ആദ്മി പാർട്ടി ഏത് തരത്തിലുള്ള ഒരു പുനരുദ്ധാരണത്തിനൊക്കെയുള്ള കാര്യങ്ങൾ ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഇത് പ്രഖ്യാപനങ്ങളിൽ മാത്രവും പ്രസ്താവനകളിൽ മാത്രം ഒതുങ്ങിപ്പോവുകയാണോ? സീറ്റുകൾ കുറഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ആം ആദ്മി പാർട്ടിയുടെ വോട്ട് ശതമാനം ഏതാണ്ട് 44% വോട്ട് ഇത്തവണയും ആം ആദ്മി പാർട്ടിക്കുണ്ട്. അവരെ പൂർണ്ണമായും കൈവിടാതിരുന്ന ഒന്ന് ന്യൂനപക്ഷ മേഖല കൈവിടത്തിൽ താഴെ തട്ടിലുള്ള വിഭാഗത്തിന്റെ വോട്ടുകളും പരമാവധി ആം ആദ്മി പാർട്ടിക്ക് സമാഹരിക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ മധ്യവർഗത്തിന്റെ വോട്ടുകളാണ് ആം ആദ്മി പാർട്ടിക്ക് ഇത്തവണ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അരവിന്ദ് കെജ്രിവാൾ ഏതായാലും ഈ ഘട്ടത്തിൽ MLA-മാർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം ക്രിയാത്മക പ്രതിപക്ഷമായി തുടരണം, വിഷയത്തിൽ മണ്ഡലത്തിൽ സജീവമായി ഇടപെടണമെന്ന നിർദ്ദേശം അരവിന്ദ് കെജ്രിവാൾ അതിഷിക്കുമൊപ്പം തന്നെ MLA-മാർക്കും നൽകിയിട്ടുണ്ട്. ഇത് കൂടാതെ BJP-യുടെ പ്രകടന പത്രികയിൽ നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങൾ നടപ്പാക്കാൻ MLA-മാർ അത്തരം സമ്മർദ്ദം ചെലുത്തണമെന്ന നിർദ്ദേശം കൂടി അരവിന്ദ് കെജ്രിവാൾ നൽകിയിട്ടുണ്ട്. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ ആം ആദ്മി പാർട്ടി ഇത്തരമൊരു കനത്ത തിരിച്ചടി പ്രതീക്ഷിച്ചിരുന്നില്ല എന്നത് ഉറപ്പാണ്. എങ്കിൽ പോലും തെരഞ്ഞെടുപ്പ് പരാജയം അടക്കമുള്ള സാഹചര്യം വിലയിരുത്തലിലേക്ക് ഇതുവരെ പാർട്ടി കടന്നിട്ടില്ല. ആ ഘട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ പഞ്ചാബിൽ നിന്നുകൂടി പ്രതിസന്ധി ഉണ്ടാകുന്നു എന്ന വാർത്ത കൂടി പുറത്തു വന്നിരിക്കുന്നത്. ER രാഗേഷ് വിവരങ്ങൾ നൽകിയത്. ദില്ലിക്ക് പുറമെ പഞ്ചാബിലും പ്രതിസന്ധിയിലേക്ക് ആം ആദ്മി പാർട്ടി കടക്കുന്നു. അത് ആ രാഷ്ട്രീയ സാഹചര്യം ഉപയോഗിക്കാനുള്ള നീക്കത്തിലേക്ക് കോൺഗ്രസും. മറ്റൊരു വാർത്ത, കൊടുങ്ങല്ലൂരിലെ അഴീക്കോട് മകൻ അമ്മയുടെ കഴുത്തറുത്തു. അതീവ ഗുരുതരാവസ്ഥയിലായ വീട്ടമ്മയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മരപ്പാലം സ്വദേശിനി സീനത്തിനെയാണ് മകൻ മുഹമ്മദ് ആക്രമിച്ചത്. ലഹരിക്കടിമയായ മുഹമ്മദ് സീനത്തിനെ ആക്രമിക്കുകയായിരുന്നു. രാജു ഗുരുവായൂർ വിവരങ്ങളുമായി ചേർന്നു. രാജു, ഇവരുടെ സ്ഥിതി എങ്ങനെയാണ്? മകനെ പോലീസ് കസ്റ്റഡിയിലെടുത്തോ? അപർണ, പോലീസ് ഇന്നലെ രാത്രിയാണ് സംഭവം. കൊടുങ്ങല്ലൂരിൽ അഴീക്കോട് ഇന്നലെ രാത്രി ആയിരുന്നു സംഭവം നടന്നത്. മകൻ അമ്മയുടെ കഴുത്തറക്കുകയായിരുന്നു. അതീവ ഗുരുതരാവസ്ഥയിലായ വീട്ടമ്മയെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. മരപ്പാലത്തിന് സമീപം ഊമന്തറ അഴിവേലിക്കകത്ത് ജലീലിന്റെ ഭാര്യ 53 വയസ്സുള്ള സീനത്തിനെയാണ് മകനായ 24 വയസ്സുള്ള മകൻ മുഹമ്മദ് ഇത്തരത്തിൽ ആക്രമിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ സീനത്തിനെ ആദ്യം എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റിയിട്ടുണ്ട്. മുഹമ്മദിനെ ഇപ്പോൾ കൊടുങ്ങല്ലൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്.
ലഹരിക്കടിമയായ മുഹമ്മദ് സീനത്തിനെ ആക്രമിക്കുകയായിരുന്നു. 3 വർഷം മുൻപ് മുഹമ്മദ് തന്റെ പിതാവിനെയും ഇത്തരത്തിൽ ആക്രമിച്ചിരുന്നു. പോലീസ് മകൻ മുഹമ്മദിനെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. അപർണ. നടുവേലിക്കകത്ത് സീനത്ത് ആശുപത്രിയിൽ മകൻ അമ്മയെ കഴുത്തറുത്ത് ഗുരുതരാവസ്ഥയിൽ ആശുപത്രി. ആലപ്പുഴ അർത്തുങ്കലിൽ ഗുണ്ടാസംഘം ബാർ അടിച്ചു തകർത്ത സംഭവത്തിൽ ഒരാൾ പിടിയിലായി. കടക്കരപ്പള്ളി സ്വദേശി വിഷ്ണുവാണ് പിടിയിലായത്. ചള്ളിയിൽ കാട്ടുബാറിന് നേരെയാണ് ആക്രമണം. മുഖംമൂടി ധരിച്ചെത്തിയ സംഘമാണ് ആക്രമണം നടത്തിയത്. ബാർ അടിച്ചു തകർക്കുകയും മദ്യക്കുപ്പിയുമായി കടന്നു കളയുകയുമായിരുന്നു. ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, ഇതെപ്പോഴാണ് സംഭവം ഉണ്ടായത്? ഇനി എത്ര പേരാണ് കേസ് ഗുണ്ടാസംഘത്തിൽ പിടിയിലാകാനുള്ളത്? 3 പേരുടെ CCTV ദൃശ്യങ്ങളാണ് അപർണ ഇപ്പോൾ പോലീസിന് ലഭ്യമായിട്ടുള്ളത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കടക്കരപ്പള്ളി സ്വദേശിയായ വിഷ്ണുവിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ വൈകിട്ടാണ്, അതായത് ഇന്നലെ രാത്രി 7:30യോടെയാണ് ചള്ളിയിൽ കാസിൽ എന്ന അർത്തുങ്കലിലെ ബാറിൽ ഇത്തരത്തിലൊരു ആക്രമണം നടന്നത്. മുഖംമൂടി ധരിച്ചെത്തിയ 2 പേർ അകത്തേക്ക് പ്രവേശിക്കുന്നതും അവർ ഈ മദ്യക്കൊപ്പുകൾ അടക്കം അടിച്ചു തകർക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പോലീസിന് ലഭ്യമായിട്ടുള്ളത്. അതിൽ തന്നെ ഇവരുടെ കയ്യിൽ വടിവാൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഉണ്ടായിരുന്നു. അത് ഉപയോഗിച്ചാണ് ഈ ബാർ അടിച്ചു തകർക്കുകയും മദ്യക്കുപ്പികളും കൗണ്ടറും തകർക്കുകയും ചെയ്തിട്ടുള്ളത്. അവിടെ നിന്ന ജീവനക്കാർ ഭയന്ന് ഓടുകയാണ് ഉണ്ടായത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മൾ ബാറുടമ അടക്കമുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത് കഴിഞ്ഞ ദിവസം ഇതിന് സമാനമായൊരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് അവിടെ മദ്യപിക്കാനായി എത്തിയ ഒരു സംഘവുമായുള്ള തർക്കമുണ്ടായി. അവര് മദ്യം വാങ്ങിയതിനു ശേഷം പിന്നീട് പണം നൽകുന്നതുമായി ബന്ധപ്പെട്ട് പണം നൽകാതിരുന്നപ്പോൾ അതിനെ തുടർന്ന് തർക്കമുണ്ടാവുകയും ജീവനക്കാരുമായി അന്ന് സംഘർഷ സമാനമായ സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിരുന്നു. അത് പിന്നീട് പോലീസ് സ്റ്റേഷനിൽ എത്തുകയും ആ വിഷയങ്ങൾ പറഞ്ഞ് പരിഹരിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ തുടർച്ചയായാണോ ഈ സംഭവം എന്നുള്ള സംശയവും പോലീസിനുണ്ട്. മുഖംമൂടി ധരിച്ച് എത്തിയ ആളുകളാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇവര് ഈ കൗണ്ടർ അടിച്ചു തകർത്ത് 1.5 ലക്ഷത്തോളം രൂപ വിലമതിക്കുന്ന മദ്യം അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ 3 ലക്ഷം രൂപയോളം നഷ്ടം അതിനകത്ത് സംഭവിച്ചിട്ടുണ്ട്. മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരുടെ മൊബൈൽ ഫോൺ അടക്കം ഇവർ കടത്തിക്കൊണ്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. അപർണ. ശരണ്യ, ഇടക്കാലത്ത് ഗുണ്ടാ സംഘങ്ങളുടെ ആക്രമണത്തിൽ ഒരു കുറവുണ്ടായിരുന്നു, പക്ഷെ വീണ്ടും അതിലേക്ക് കടക്കുന്നു. അതായത് അത്തരം ഓപ്പറേഷനുകളിലേക്ക് പോലീസ് കൂടുതൽ സജീവമാക്കേണ്ട ഒരു സാഹചര്യം വരുന്നു എന്നുള്ളൊരു വിലയിരുത്തലൊക്കെ ഉണ്ടോ? ആലപ്പുഴയിൽ ഇത് ഒരൊറ്റപ്പെട്ട സംഭവം മാത്രമാണോ? ഇതിനു മുമ്പും ആലപ്പുഴയിൽ പുന്നപ്രയിൽ ഒരു ബാറ് കൊട്ടേഷൻ സംഘാംഗങ്ങൾ കയറി അടിച്ച് തകർത്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ. അത് വളരെ ഭീതിതമായ ഒരു അന്തരീക്ഷമാണ് അപർണ അവിടെ ഉണ്ടാക്കിയത്. കാരണം ആ ബാറിനകത്തുണ്ടായിരുന്ന മറ്റാളുകൾ ഉൾപ്പെടെ, അതായത് ഇവരുടെ 2 പേരുടെയും കയറിയ ആളുകളുടെ കയ്യിൽ വടിവാൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഉണ്ടായിരുന്നു. ഈ വടിവാൾ ഉയർത്തിയാണ് ഇവർ ആഞ്ഞു വെട്ടിയാണ് അവിടെ ആ കൗണ്ടർ ഉൾപ്പെടെയുള്ളവർ തകർക്കുകയും ചെയ്തിട്ടുള്ളത്. അത്രയ്ക്ക് വലിയ ഭീതിതമായ ഒരു അന്തരീക്ഷമായിരുന്നു അതിനകത്ത് ഇവർ സൃഷ്ടിച്ചത് എന്നുള്ളതാണ്.